ഹായ്, വെൽക്കം ടു ക്രേസി വെജ്. ഇത് നമ്മൾ നാടൻ രീതിയിലുള്ള ഉഴുന്നുവടയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഉഴുന്ന് ഒരു 4 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഉഴുന്ന് പരിപ്പാണ് എടുത്തിരിക്കുന്നത്, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നല്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ 2 കപ്പ് ഉഴുന്നിന് വേണ്ടിയിട്ട് നമ്മൾ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടെ ഇട്ടിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അധികം വെള്ളം ചേർക്കരുത്. മൊത്തം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അതായത് 2 കപ്പ് ഉഴുന്ന് 4 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അത്രയും മുറുകിയിരിക്കണം. പിന്നെ വളരെ നന്നായിട്ടൊന്നും അരയേണ്ട, കുറച്ച് തരികളോട് കൂടി കിടക്കുന്നതാണ് വടയ്ക്ക് നല്ല ടേസ്റ്റ് തരുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്ത ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 മണിക്കൂറിന് കൊണ്ട് ഇതുണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് ഇങ്ങനെ ഒന്ന് ഫെർമെൻ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമുക്കത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം മാവ് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊത്തി അരിഞ്ഞ ഇഞ്ചിയാണ്, 1 ടീസ്പൂണോളം ഉണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് വേണം. കുരുമുളക് മുഴുവൻ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. പക്ഷെ ഞാനിവിടെ അതിലേക്ക് അതൊന്നും ചേർക്കുന്നില്ല. പച്ചമുളക് നമ്മൾ ഓൾറെഡി 2 എണ്ണം അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക, ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് എത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വട തയ്യാറാക്കാൻ നേരത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുത്തേക്ക് വയ്ക്കുക. അതിലേക്ക് കൈ ഒന്ന് മുക്കി നനച്ച ശേഷം ആണ് നമ്മൾ മാവെടുത്തിട്ട് ഷേപ്പിൽ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കൈയുടെ ഉൾവശം ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ചിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിൽ ആ കൈ കൊണ്ട് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് വരുത്തിയ ശേഷം അതേ കയ്യിൽ തളവിരൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നടുക്കൊരു ഹോൾ വരുത്തുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് മാത്രം വട ഇട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മുകൾവശം അങ്ങോട്ട് കരിഞ്ഞു പോവും, ഉള്ള് നന്നായിട്ട് വേഗില്ല. അപ്പോൾ ഈ രീതിയിൽ എടുക്കുക. എന്നിട്ട് ഹോള് വരുത്തുക. അപ്പം വെള്ളം നമ്മൾ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹോള് ഇടുന്ന സമയത്ത് അത് വീണ് വരില്ല, ശരിക്കും വീഴില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 3 മണിക്കൂർ വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് അരച്ച ഉടനെ തന്നെ ആ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉടനെ തന്നെ നമുക്ക് വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. അപ്പം അതിന് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ നാടൻ രീതിയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിവാക്കിയത്. അപ്പോൾ 3 മണിക്കൂർ വെച്ചിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിലും അതേ രീതിയിൽ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ മാവ് ഇട്ടതിനെക്കാട്ടിലും കുറച്ചുകൂടെ വടയുടെ വലിപ്പം കൂടിയിട്ടുണ്ട്. കാരണം അത് ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് അത് കുറച്ച് വലുപ്പത്തിൽ വരുന്നുണ്ട്. അതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ വെള്ളം കൈയുടെ മുകൾവശത്തേക്ക് പറ്റാതിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ കൈയുടെ മുകളിൽ വെള്ളം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എണ്ണ ഉള്ളിലേക്ക് ഇടുന്ന സമയത്ത് വെള്ളം ചൂടായ എണ്ണയിലേക്ക് വീണിട്ട് അത് പൊട്ടിത്തെറിക്കും, നമ്മുടെ കയ്യിലും മുഖത്തൊക്കെ വീഴും. അതുകൊണ്ട് കൈയുടെ ഉള്ളിൽ മാത്രം വെള്ളം വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ വടയും തയ്യാറാക്കിയെടുക്കാം. ഇത് 2 കപ്പ് കൊണ്ട് നമുക്കൊരു 23 വട വരെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.